പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര ഉപഭോഗത്തിന് തികയാതെ വരുമ്പോൾ സ്വകാര്യ എണ്ണ കമ്പനികളിൽ നിന്നുമാണ് വാങ്ങുക. ഇത്തരത്തിൽ വാങ്ങുന്ന എണ്ണയ്ക്ക് സ്വകാര്യ എണ്ണ കമ്പനികൾ ഈടാക്കുന്നത് വിദേശത്ത് ശുദ്ധീകരിച്ച് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ വിലയാണ്. റിഫൈനറി ഗേറ്റ് വില എന്നാണ് ഇതറിയപ്പെടുന്നത്. അതേ എണ്ണ സ്വകാര്യ കമ്പനികൾ വിദേശത്ത് കയറ്റി അയക്കുന്നത് ഇന്ത്യയിൽ വിൽക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കുമാണ്. ചുരുക്കത്തിൽ ലാഭത്തിന് പുറത്ത് ലാഭമാണ് റിലയൻസും എസ്സാറും അടക്കമുള്ള കമ്പനികൾ ഇന്ത്യയിൽ നിന്നും ഉണ്ടാക്കുന്നത്. പ്രകൃതിവാതകം, മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ എന്നിവയിലെല്ലാം ഇത്തരത്തിൽ കമ്പനികൾ കൊള്ളലാഭമുണ്ടാക്കുന്നുണ്ട്. യഥാർത്ഥ വിലയ്ക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള ചെലവ് പൊതുമേഖല വഹിക്കുകയും ചെയ്താൽ പോലും 26,626 കോടി രൂപ സർക്കാരിന് ലാഭിക്കാമായിരുന്നുവെന്നാണ് CAG റിപ്പോർട്ട് പറയുന്നത്. 2013 മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ അദാനി ഗ്രൂപ്പിന് നിയമപരമല്ലാതെ നൽകിയ നികുതി ഇളവ് 234 കോടി രൂപയാണ്. 6,000 കോടി വരുമാനമുള്ള കമ്പനിക്കാണ് സർക്കാർ ഈ ഇളവ് നൽകിയത്. കയറ്റുമതി ഇനത്തിൽ 174 കോടി രൂപയും ഇളവ് നൽകി. ഇത്തരത്തിൽ കോർപ്പറേറ്റുകൾക്ക് കൊള്ളലാഭമുണ്ടാക്കാൻ വില നിയന്ത്രണ രീതി കൊണ്ടുവന്ന സർക്കാർ നിയമപരമല്ലാതെ കോടിക്കണക്കിന് രൂപ നികുതി ഇളവ് നൽകുന്നുവെന്നാണ് CAG റിപ്പോർട്ട് പറയുന്നത്. മീഡിയ 1, ഡൽഹി.